നമ്മുടെ ഒരു സ്റ്റൈലാണ് തൊട്ടതിനും പിടിച്ചതിനൊക്കെ ക്രാഷ് കോഴ്സിന് പോവുക എന്നുള്ളത്. ജീവൻ പണയം വെക്കുന്ന ഡ്രൈവിങ്, ഫയർ ആൻഡ് സേഫ്റ്റി, അതിനൊക്കെ ക്രാഷ് കോഴ്സ്. ഇനി അത് പോട്ടെ, പതിറ്റാണ്ടുകൾ കൊണ്ട് മാത്രം സ്വായത്തമാക്കാൻ പറ്റുന്ന കഥകളി അതുപോലെയുള്ള ക്ലാസിക് കലകൾക്ക് അതിനും ക്രാഷ് കോഴ്സ്. ഇന്ന് എനിക്കിപ്പോൾ ഓർമ്മ വന്നത്, ഡ്രൈവിങ്ങിൻ്റെ ക്രാഷ് കോഴ്സ് വന്ന് വളരെ ചുരുങ്ങി 2-3 ദിവസം ഓടിച്ചു കഴിഞ്ഞാൽ ഉടനെ ശരിയാക്കാം എന്നൊക്കെ ഇതുവരെ ഒരു വണ്ടി തൊട്ടിട്ടില്ലാത്ത എൻ്റെ ഒരു സുഹൃത്തിനോട് ഒരു ക്രാഷ് കോഴ്സ് വീരസ്ഥാപനം പ്രോമിസ് ചെയ്തെന്ന് കേട്ടപ്പോഴാണ് ഞെട്ടിപ്പോയത്. അപ്പോൾ ഞാനൊരു ഓർക്കായിരുന്നു, ഒരു കാര്യം പഠിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെയാണോ എന്ന ഓർമ്മ പെട്ടെന്ന് എനിക്ക് മൈസൂർ വാസുദേവാചാര്യ അദ്ദേഹത്തെക്കുറിച്ച് ഓർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം വായിച്ചു തോർത്തു. അത് ഞാൻ പോയിട്ട് കണ്ടുപിടിക്കായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? സംഗീതത്തിൽ അത്ര താല്പര്യമുള്ളവർ മാത്രമാകും പെട്ടെന്ന് ഉവ്വ് എന്ന് ഉത്തരം പറയാൻ കഴിയുക. പക്ഷെ അതൊന്നും അത്ര അറിയാത്തവർ പോലും ആ ഒരു കീർത്തനം താങ്ക്സ് ടു ശങ്കരാഭരണം കേൾക്കാത്തവരുണ്ടാവില്ല. അതിൽ തന്നെ കുറച്ച് ഏതപ്പ കോതമംഗലം എന്നല്ലാതെ കുറച്ചൊക്കെ അറിയാവുന്നവരെങ്കിലും ഇത് ത്യാഗരാജകൃതിയാണെന്ന് ഓർത്തിട്ടുണ്ടാവും. പക്ഷെ ഒന്ന് മുഴുവൻ കീർത്തനം ഒന്നും നോക്കിയേ, അതിലെവിടെയാണ് ത്യാഗരാജൻ്റെ കയ്യൊപ്പായിട്ട് ത്യാഗരാജലു എന്നുള്ളതുള്ള ഇല്ല. അപ്പോൾ അത് വേറൊരാളുടെയാണ്. അതുപോലെ തന്നെ വേറൊരു നമ്മളെല്ലാം പാടുന്ന ഒരു കാര്യമുണ്ട്, മാമവതു ശ്രീ സരസ്വതി. അതെല്ലാം ഇദ്ദേഹത്തിൻ്റെ രചനയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ചല്ല, അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പിനെ കുറിച്ചാണ്. ആ കുറിപ്പ് ഇങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ചാണ്. വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ച് അദ്ദേഹം ഒരിക്കലും എഴുതി, ഫസ്റ്റ് ലെസൺ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത് മൈസൂർ വാസുദേവാചാര്യ, അദ്ദേഹത്തിൻ്റെ ഗുരു ശ്രീ പട്ടണം സുബ്രഹ്മണ്യ അയ്യരുടെ അടുത്ത് എങ്ങനെയാണ് പഠിക്കാൻ പോയതെന്നാണ്. വലിയ ആഗ്രഹമായിരുന്നു നന്നായിട്ട് കർണാട്ടിക് മ്യൂസിക് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് ത്യാഗരാജ പരമ്പര ആ ഒരു ഇതിൽ പഠിച്ചു വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിക്കാൻ പോയി. അപ്പോൾ അദ്ദേഹം തന്നെ എഴുതിയിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിക്കാൻ പോയിട്ട് ദിവസവും ഡെയിലി റൂട്ടീൻസൊക്കെ പറയും, അമ്പലത്തിലൊക്കെ പോവും, കച്ചേരികൾ കേൾക്കും, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ആലപിക്കുന്നത് കേൾക്കും. അതല്ലാതെ ഡെയിലി റൂട്ടീൻസ് എല്ലാം പറയും, അല്ലാതെ ഒരു ഡയറക്റ്റായിട്ടൊരു ലെസൺ, ഒരു സരിഗമ പറയുന്ന ഒരു ഏർപ്പാട് കാണുന്നേയില്ല. കുട്ടിക്ക് വിഷമമായി, എന്തിനാണ് ഈ ഗുരുകുലത്തിൽ വന്നിങ്ങനെ നിൽക്കുക, അവിടെ പണിക്കെടുക്കുക, വൈകിട്ട് അമ്പലങ്ങളിൽ പോവുക, ഗുരുവിൻ്റെ കൂടെ ഒപ്പം എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ പോവുക, അദ്ദേഹം പറയുന്നതെല്ലാം കേൾക്കുക. പക്ഷെ ഈ കുട്ടിക്ക് യാതൊരുവിധ പഠനം ഉണ്ടായിട്ടില്ല. അങ്ങനെയായി അവസാനം എഴുതാണ്, ദ ഗോൾഡൻ മൊമെന്റ് ഫൈനലി അറൈവ്സ്, സെവറൽ മന്ത്സ്, ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞു പോയി, ഒറ്റ ഇതുപോലും ഇല്ലാതെ. അവസാനം ഒരു ദിവസം ഈ ഗുരു വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, വാസു എന്ന് അത്ര വിളിക്കുന്നത്, നീ ഓർക്കുന്നുണ്ടാവും, നീ എത്ര പ്രഷ്യസ് സമയമാണ് ഇവിടെ വെറുതെ കളഞ്ഞതെന്ന്. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, ഇത്രയും നാൾ ഞാൻ നിന്നെ ഒരുക്കുകയായിരുന്നു, നിന്നെ ഒരു പാഠവും ഞാൻ പഠിപ്പിച്ചില്ല എന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ നീ കൂടുതൽ എൻറിച്ച്ഡ് ആവുകയായിരുന്നു. ഏറ്റവും നന്നായിട്ട് നീ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്ന ഏത് കുട്ടിയും ചെയ്യേണ്ടത്, കൂടുതൽ ആലാപനങ്ങൾ കേൾക്കുകയാണ്. അതിൽ നിന്ന് എന്തെല്ലാം നന്മകൾ സ്വാംശീകരിക്കാം, എന്തൊക്കെ തെറ്റുകൾ വന്നു ഭവിക്കാം, അത് കണ്ടും കേട്ടും പഠിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞു പറഞ്ഞു, അങ്ങനെയൊക്കെ പഠിച്ചു, അങ്ങനെയെല്ലാം പഠിച്ച് നീ ഇപ്പോൾ പഠനം എന്നുള്ളതൊക്കെ ആയല്ലോ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഒരു വർണ്ണമോ കീർത്തനമോ പാടാവുന്നതേ ഉള്ളൂ, അത് പഠിക്കാവുന്നതേ ഉള്ളൂ. കുറച്ചൊന്നും മനസ്സിരുത്തിയാൽ ഒന്നും നമ്മൾ മഗപ്പ് ചെയ്യുന്നില്ല, കാണാതെ പഠിക്കുന്ന പോലെ ആണെങ്കിലും സഞ്ചാരമൊക്കെ പഠിച്ചു വയ്ക്കാം. പക്ഷേ ഇത് ശരിക്കും പ്രയോഗത്തിൽ സ്വമേധയാ മനോധർമ്മം അനുസരിച്ച് പ്രയോഗിക്കണമെങ്കിൽ ഇത്രയേറെ അഗാധമായ പഠനം വേണം. അതുകൊണ്ട് നീ ഒരു വിഗ്രഹത്തിൻ്റെ മൂലവിഗ്രഹം തന്നെ കാണുന്ന പോലെ, ബീജാക്ഷരം അറിഞ്ഞു പൂജിക്കുന്നത് പോലെ നീ ഇപ്പോൾ അതറിഞ്ഞു, ഇനി നമുക്ക് പഠിക്കാമെന്ന് പറഞ്ഞു. കുട്ടിക്ക് സന്തോഷമായേ. ഇനിയാണ് അടുത്ത ക്ലൈമാക്സ്. അപ്പോൾ കാവേരി നദിയിൽ രാവിലെ പോയി കുളിച്ച് ത്യാഗരാജ സമാധിയിൽ പോയിട്ട് പ്രാർത്ഥിച്ച് വന്ന് സംഗീത വിദ്യാസിദ്ധ്യസ്തു എന്ന മന്ത്രമായിട്ട് ഗുരുവിനെ സാഷ്ടാംഗം പ്രണമിച്ച് കുട്ടി പഠിക്കാൻ തുടങ്ങി. സാമാന്യ പഠനം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഉപരിപഠനത്തിന് വന്നിരിക്കുകയാണ്. അപ്പോൾ വന്നിട്ട് ആകെ ബേഗഡ രാഗത്തിലുള്ള അദ്ദേഹം തന്നെ എഴുതിയ ഒരു ആട്ടത്താളത്തിലെ ഒരു വർണ്ണം മാത്രം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർണ്ണം പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അത് 2 ദിവസം കൊണ്ട് തന്നെ അദ്ദേഹം കാണാപ്പാഠം പഠിച്ചു വാസുദേവാചാര്യർ. പക്ഷേ 3 മാസക്കാലം, can you imagine, for 90 days
ഇതേ വർണ്ണം ആദിതാളം, പ്രഥമകാലം, മദ്യം, അങ്ങനെ എല്ലാ സമയവും ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്ന് കാലത്തിലും ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരുന്നു. ഈ 3 മാസം ഇത് തന്നെ ചെയ്യാണ്. അതിൻ്റെ രാഗസഞ്ചാരങ്ങൾ മുതൽ മൊത്തം രാഗസഞ്ചാരം, രാഗഭാവം, ഓരോ ആവർത്തനം, ഇതെല്ലാം പഠിച്ച് ഓരോ ആവർത്തനം ഓരോ ദിവസം വെച്ച് അങ്ങനെ അതിൻ്റെ രാഗപ്രയോഗമായിട്ട് 3 മാസം ഈ ഒരൊറ്റ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഗുരു വിളിച്ചിട്ട് പറഞ്ഞു, വാസു ഇവിടെ നോക്കൂ, ഞാൻ ഈ ബേഗഡ രാഗം അതിൻ്റെ എല്ലാ പൂർണ്ണതയിലും നിന്നെ പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ രാഗത്തെക്കുറിച്ച് എനിക്ക് നിന്നെ പഠിപ്പിക്കാൻ ഒന്നും തന്നെ ഇല്ല. ഇനി ആ രാഗം നീ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പ്രയോഗിക്കണോ അതെല്ലാം നിൻ്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. വേറെ ഒരു ഇതും എനിക്ക് ഈ ഒരു രാഗം ഇനിയിപ്പോൾ അടുത്ത രാഗത്തിലേക്ക് നമ്മൾക്ക് കടക്കാമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയധികം മേളകർത്ത അല്ലാതെ രാഗങ്ങൾ, അപ്പോൾ എത്ര നാളെടുക്കും ഇത് മുഴുവൻ ഹൃദിസ്ഥാക്കാൻ പഠിക്കാനായിട്ട്. പക്ഷെ അതിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്നത് വായിക്കണം, ഇത്രയും വലിയ ഗുരുവായതിനു ശേഷം. അങ്ങനെ രാഗങ്ങൾ ഉറപ്പിച്ചതിനാൽ ഒരിക്കലും രാഗവിസ്താരത്തിലോ പ്രയോഗത്തിലോ തപ്പൽ വന്നിട്ടില്ല എന്ന്. എത്ര മനോഹരമായ വീക്ഷണം, എത്ര ഉന്നതനായ ഗുരു, എത്ര ഉന്നതനായ ശിഷ്യൻ. ഇത് ഒന്നേ നമുക്കതിനകത്ത് കാണാനുള്ളൂ, ഞാൻ കണ്ടുള്ളൂ. യഥാ രാജ തഥാ പ്രജ എന്ന് പറയുന്നത് പോലെയോ, യഥാ പ്രജ തഥാ രാജ എന്ന് പറയുന്നത് പോലെയോ. ഇതൊരു പരസ്പര പൂർത്തീകരണമുള്ള കാര്യമാണ്. നമ്മൾ എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. ശുഭരാത്രി.